ഹായ് ഹലോ, പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് കുടുംബക്ഷേത്രത്തിൽ പോയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇത് എൻ്റെ അമ്മയുടെയൊക്കെ കുടുംബക്ഷേത്രമാണ്. ഇത് കൊല്ലം ജില്ലയിലെ ശൂരനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ശൂരനാട് വടക്ക് വീട്ടിനാൽ ഭഗവതി ക്ഷേത്രം, അതാണ് ഇത്. വീഷ്ണാൽ ഭഗവതി ക്ഷേത്രമെന്നും അറിയപ്പെടുന്നുണ്ട്. വളരെ മനോഹരമായ ഒരു ക്ഷേത്രമാണ്. ഒരേ കോമ്പൗണ്ടിൽ തന്നെയാണ് ഭദ്രാദേവിയും ദുർഗാദേവിയും സ്ഥിതി ചെയ്യുന്നത്. രണ്ട് പേർക്കും രണ്ട് അമ്പലങ്ങളൊക്കെ ആയിട്ട് വലിയ ഒരു ക്ഷേത്രമാണ്. ഒരുപാട് വിസ്തൃതിയുള്ള സ്ഥലമൊക്കെ ഉള്ള ഒരു അമ്പലമാണ്. പിന്നെ ഇവിടുത്തെ പ്രാധാന്യമുള്ള ദിവസം എന്ന് പറഞ്ഞാൽ മകരത്തിലെ രോഹിണി നാളിൽ കൊടിയേറും. 10 ദിവസത്തെ ഉത്സവമാണ്. അതുപോലെ എല്ലാ വർഷവും ജൂൺ 5-ാം തീയതി മുതൽ സപ്താഹവും നടക്കും. എല്ലാ വർഷവും മുടങ്ങാതെ സപ്താഹം നടക്കുന്ന ഒരു അമ്പലമാണ് ഇത്. ശൂരനാട് വടക്ക് വീട്ടിനാൽ ഭഗവതി ക്ഷേത്രം ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ്. ഇത് കായംകുളം രാജാവിൻ്റെ അധീനതയിലുള്ള ക്ഷേത്രമാണ്. അതുപോലെ ഒരുപാട് കുടുംബക്കാരുടെ കുടുംബക്ഷേത്രമായിട്ടും അത് സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് കുടുംബക്കാരുടെ കുടുംബക്ഷേത്രമാണിത്. അങ്ങനെ വളരെ കാലത്തെ ഒരാഗ്രഹത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു കുടുംബക്ഷേത്രത്തിൽ പോകണമെന്നുള്ളത്. അത് കുറേ നാളുകൾക്ക് ശേഷമാണ് വരാൻ കഴിഞ്ഞത്. അത് വളരെ ഭാഗ്യമായി കരുതുന്നു. അതുപോലെ ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് പള്ളിക്കലാറുണ്ട്. പള്ളിക്കലാറിൻ്റെ കരയിലായിട്ടാണ് ഈ ക്ഷേത്രം വരുന്നത്. ഇപ്പോൾ അതിൻ്റെ നടുക്കൂടെ റോഡ് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ സപ്താഹം കഴിഞ്ഞ ഉടനെ അവഭൃത ഘോഷയാത്രയൊക്കെ നടത്തുന്നത് ഈ പള്ളിക്കലാറിലാണ്. അതുകൊണ്ട് അവിടെ ക്ഷേത്ര പടവുകളൊക്കെ കെട്ടിയിട്ടുണ്ട്, സ്റ്റെപ്പൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കുളമല്ല, ആറ് യാതൊരു കാരണവശാലും മലിനമാകാനൊന്നും അനുവദിക്കുന്നതല്ല. അങ്ങനെ ഞങ്ങൾ കുടുംബക്ഷേത്രത്തിൽ പോയി പൂജകളൊക്കെ ചെയ്ത് തിരിച്ചു വന്നു. ഇത് ഞങ്ങളുടെ ഒരു സർപ്പക്കാവാണ്, നമ്മുടെ കുടുംബത്തിൻ്റെ സർപ്പക്കാവാണ്. ഇവിടെ മണ്ണാർശാല ആയില്യത്തിനും ആണ്, അതായത് തുലാമാസത്തിലെ ആയില്യത്തിനാണ് ഇവിടെ പ്രത്യേക പൂജകളും ചടങ്ങുകളും ഒക്കെ നടത്തുന്നത്. അപ്പോൾ നമ്മൾ കുടുംബക്കാരും അതുപോലെ ഇപ്പോൾ ട്രസ്റ്റിൻ്റെ വകയായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നാട്ടുകാരും എല്ലാവരും ചേർന്നാണ് ഇത് തുലാമാസത്തിലെ ആയില്യത്തിൻ്റെ അന്ന് വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഇവിടുത്തെ പൂജകളൊക്കെ നടത്തുന്നത്. അങ്ങനെ കാവി പോയപ്പോഴുള്ള വീഡിയോയും കൂടെ ഇതിലൂടെ ചേർത്തിട്ടുണ്ട്. ഇത് അവിടെ കാവിനോട് ചേർന്നുള്ള കുളമാണ്. പിന്നെ പ്രധാനപ്പെട്ട നിവേദ്യമായിട്ടുള്ള അട, തെരളി, പാൽപ്പായസം അങ്ങനെയെല്ലാം അവിടെ തയ്യാറാക്കുന്നുണ്ട്. ട്രസ്റ്റിലെ അംഗങ്ങളും അതുപോലെ കുടുംബാംഗങ്ങളും എല്ലാവരും കൂടെ ചേർന്നിട്ട് വളരെ സന്തോഷത്തോടെയാണ് എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ അടയും തെരളിയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ആണിത്. പാൽപ്പായസവും ഉണ്ട്. പാൽപ്പായസം എല്ലാം റെഡിയായി ടിന്നുകളിലേക്ക് ആക്കുവാണ്. ഒരുപാട് ആൾക്കാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരുപാട് പേര് വന്ന് റെസിപ്റ്റ് എഴുതി എല്ലാം പൂജ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് നിവേദ്യങ്ങളൊക്കെ വിതരണം നടത്തുന്നത്. അങ്ങനെ മണ്ണാർശാല ആയില്യത്തിൻ്റെ അന്നാണ്. അവിടെ കളവെഴുത്തും പാട്ടും എല്ലാം ഉണ്ട്. തിരുമേനിമാരൊക്കെ വന്ന് നല്ല രീതി നടത്തും. പണ്ട് ഇതൊരു കാവായിട്ട് കിടന്ന സ്ഥലമാണ്. പിന്നീട് ഇതിപ്പോൾ അമ്പലം കെട്ടി ചെറുതായിട്ട് ബുദ്ധിമുട്ടുകളൊന്നും വരുത്താത്ത രീതിയിൽ അത് സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട് കാവ്. പണ്ട് എൻ്റെയൊക്കെ കൊച്ചുനാളിൽ ഇത് വള്ളിപ്പടർപ്പുകൾ നിറഞ്ഞ ഒരു കാവായിരുന്നു. ഇപ്പോൾ അത് മതിലൊക്കെ കെട്ടി സ്റ്റെപ്പൊക്കെ കെട്ടി അത് സംരക്ഷിച്ച് നിർത്തുന്നുണ്ട്. അതുപോലെ അവിടുത്തെ ഉള്ള നാട്ടുകാരും എല്ലാവരും കൂടെ ചേർന്നാണ് ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. വൃശ്ചികം 1-ാം തീയതി മുതൽ വായനയും അതുപോലെ എല്ലാ പരിപാടികളും അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും വന്ന ആൾക്കാരും നാട്ടുകാരുമായിട്ടൊക്കെ ഞാനിരുന്ന് വർത്തമാനമൊക്കെ പറയുകയാണ്. നമ്മൾ കുറേ നാളുകൂടി എല്ലാവരും കാണുന്നതാണ്. അന്നേരം എല്ലാവരും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ സർപ്പക്കാവ്. സർപ്പത്തിൻ്റെ പ്രതിഷ്ഠ മാത്രമേ ഉള്ളൂ. വളരെ നല്ല ഒരു കാവാണ്.
അങ്ങനെ കാവിലെ പൂജയൊക്കെ കണ്ട് അവിടുന്ന് പ്രസാദമൊക്കെ കിട്ടി. എല്ലാ മഞ്ഞൾപ്പൊടിയും പ്രസാദവും ഒക്കെ വാങ്ങി ഞങ്ങൾ സന്തോഷത്തോടെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. ഇത് കാവിൽ നിന്ന് കിട്ടിയ അടയും തെരളി പാൽപ്പായസം